2019 ഓഗസ്റ്റ് മാസത്തിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ജമ്മു ആൻഡ് കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ആദ്യമായാണ് അടുത്ത മാസം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ ജമ്മു ആൻഡ് കാശ്മീരിൽ നടക്കാൻ പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ബി.ജെ.പിയുടെ ഭരണത്തിന് കീഴിൽ ജമ്മു ആൻഡ് കാശ്മീരിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വരുമാനം വളരെ കുറവാണ്. അതുമാത്രമല്ല, തൊഴിലില്ലായ്മയുമുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിയായിരിക്കും കോൺഗ്രസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതോടൊപ്പം ഇന്ന് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ചേർന്ന് കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് നേതാക്കളായ ഉമർ അബ്ദുള്ളയെയും ഫാറൂഖ് അബ്ദുള്ളയെയും കണ്ട് തെരഞ്ഞെടുപ്പിനു ശേഷം പോസ്റ്റ് പോൾ അലയൻസിലൂടെ ഭരണത്തിലെത്താനുള്ള സാധ്യതകൾ ആരായുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രചരണ തന്ത്രങ്ങളെയും നാഷണൽ കോൺഫറൻസുമായി അലയൻസ് ഉണ്ടാക്കി ഭരണത്തിലെത്താനുള്ള ശ്രമങ്ങളെയും എങ്ങനെയായിരിക്കും ബി.ജെ.പി നേരിടുക? ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിട്ട് 5 വർഷം പിന്നിട്ടിരിക്കെ ബി.ജെ.പിയും കോൺഗ്രസും എങ്ങനെയായിരിക്കും അവരവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? അതുപോലെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന ഇമേജിൽ അദ്ദേഹം ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ ഓരോ ദിവസവും ഇമേജ് തകർന്നുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഇമേജ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കൂടുതൽ തകരുമോ എന്നൊക്കെയാണ് നാം ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. എന്തായാലും ബി.ജെ.പി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് അടുത്ത ആഴ്ചയോടെ തുടക്കം കുറിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ബി.ജെ.പി അധ്യക്ഷനായ ജെ.പി നദ്ദയുമെല്ലാം ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുമെന്നത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ കോൺഗ്രസിനെ പോലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് ബി.ജെ.പിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ബി.ജെ.പി അവരുടെ സ്ഥിരം തുറുപ്പ് ചീട്ടുകളായ രാജ്യസുരക്ഷയും രാജ്യസ്നേഹവും ഒക്കെയായിരിക്കും അവരുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി ഉന്നയിക്കുക. അതോടൊപ്പം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കൊണ്ട് കാശ്മീരിലെ ജനങ്ങൾക്കുണ്ടായ സുരക്ഷയെക്കുറിച്ചും അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് റാലികളിലും യോഗങ്ങളിലും അവരുടെ ഭരണ നേട്ടമായി ഉന്നയിക്കും. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ ബി.ജെ.പി ഏതെങ്കിലും പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാൻ സാധ്യതയില്ല എങ്കിലും കാശ്മീരിലെ സ്വതന്ത്രരുമായും ചെറു പാർട്ടികളുമായും സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്നാൽ മല്ലികാർജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി ബി.ജെ.പിക്ക് ഇത്തവണ ജമ്മു കാശ്മീരിൽ ശക്തമായ വെല്ലുവിളി നൽകുമെന്നത് ഉറപ്പായ കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, 2022 സെപ്റ്റംബർ മാസത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര അവസാനിച്ചത് 2023 ജനുവരി 30 ജമ്മു കാശ്മീരിലാണ്. അന്ന് മുതൽ കാശ്മീരിലെ കോൺഗ്രസ് പ്രവർത്തകർ വളരെ ആവേശത്തിലാണ്. അതുകൊണ്ട് തന്നെ കാശ്മീരിന്റെ പല ഭാഗങ്ങളിലും കോൺഗ്രസിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും സാന്നിധ്യം വളരെ ശക്തമാണ്. ഇത് കോൺഗ്രസിന് അനുകൂലമാവുമെന്നത് ഉറപ്പായ കാര്യമാണ്. ബി.ജെ.പി ജനങ്ങളെ നേരിട്ട് ബാധിക്കാത്ത ആർട്ടിക്കിൾ 370 കുറിച്ചും രാജ്യസുരക്ഷയെക്കുറിച്ചും രാജ്യസ്നേഹത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന ദൈനംദിന വിഷയങ്ങളെയാണ്. തൊഴിലില്ലായ്മയെ കുറിച്ചാണ്, അതുപോലെ തന്നെ ജനങ്ങളുടെ സാമ്പത്തിക അസ്ഥിരതയെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ജനങ്ങളുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുവാൻ സാധിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. അതിലൂടെ കോൺഗ്രസിന് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മറ്റൊന്നുമല്ല, മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവരുടെ മുഖ്യ പ്രചരണ വിഷയമാക്കിയത് ജനങ്ങളുടെ ദൈനംദിന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. അത് വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടു എന്ന വിശ്വാസത്തിൽ കോൺഗ്രസ് ജമ്മു കാശ്മീരിലും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കുക തൊഴിലില്ലായ്മയും സാമ്പത്തിക അസ്ഥിരതയും ഒക്കെയായിരിക്കും.
എന്തായാലും BJP-യെ സംബന്ധിച്ചിടത്തോളം 2019 മുതലുള്ള കഴിഞ്ഞ 5 വർഷക്കാലം അവർ ജമ്മു കാശ്മീരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന ഹിതപരിശോധന കൂടിയായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് തിരിച്ചടിയാണ് ലഭിക്കുന്നത് എങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി കസേരക്കും ഇളക്കം സംഭവിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ്.